ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രയാങ്കിൾ 111 2-minute റെസിപ്പീസ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ എപ്പിസോഡ് കിടുതയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കിടുക്കാച്ചി ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കിടുതയുടെ ഫില്ലിങ്സാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി 3/4 കപ്പ് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് സ്റ്റൗമ്മ വെച്ചിട്ട് അതിലോട്ട് ഈ തേങ്ങയും 3 ടീസ്പൂൺ പഞ്ചസാരയും 1 ഏലക്കായ ചതച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഒരു ചട്ടകം എടുത്തിട്ട് ഈ ചേരുവകളെല്ലാം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, വറുത്തെടുക്കാം. അധികം വറവ് വേണ്ട. നമ്മുടെ തേങ്ങയിലെ വെള്ളമയം മാറുന്നത് വരെ നമുക്കിങ്ങനെ 2-3 മിനിറ്റ് ചട്ടകം വെച്ച് ഇങ്ങനെ വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞങ്ങൾ ഈ പരുവത്തിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഫില്ലിങ്സ് ചൂടാറാൻ വെക്കാം. ഇനി അടുത്ത പണി നമുക്ക് കിടുതക്കുള്ള മാവ് കുഴക്കലാണ്. മാവ് കുഴക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യും 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യുക. ശേഷം 3 കപ്പ് മൈദപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവിൻ്റെ ഇൻഗ്രീഡിയൻസ് സബാഷ്. ഇതിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് നന്നായി കുഴച്ച് മയപ്പെടുത്തിയതാണ്. കൂടാതെ 1-2 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ മയപ്പെടുത്തി എടുക്കാവുന്നതാണ്. ശേഷം 4 ഉരുളകളാക്കാം. ഇനി ഒരു മീഡിയം സൈസ് പലക എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പരത്തിയെടുക്കാം. ഇത്രയും കട്ടിയിൽ. പരത്തൽ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ 2-minute റെസിപ്പിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണേണ്ടവർക്ക് കഴിഞ്ഞ എപ്പിസോഡിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സാമാന്യം വലിപ്പമുള്ള സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട്, വക്ക് മുറിച്ചുള്ള സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഈ പരത്തിയത് ഇങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴിവടക്കും കക്കവടക്കും എടുത്ത വട്ടത്തിനേക്കാൾ ഒന്നുകൂടെ വലിപ്പമുള്ള വട്ടം വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. ആ കോഴിവടയുടെയും കക്കവടയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. ഇനി നേരത്തെ മാറ്റി വെച്ച ഫില്ലിങ്സ് നമുക്ക് ഈ വട്ടത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം ഒരു വട്ടം എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് വേറൊരു വട്ടം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കവർ ചെയ്യുമ്പോൾ ആ വട്ടത്തിൻ്റെ മറുവശം കൊണ്ടാണ് കവർ ചെയ്യേണ്ടത്. എന്നാലേ മാവ് കറക്റ്റായി ഒട്ടുകയുള്ളൂ. ഇനി നമുക്ക് കക്കവടക്കും കോഴിവടക്കും പിരിക്കുന്നത് പോലെ കയറ് പിരിക്കൽ തുടങ്ങാം. അപ്പോൾ നമ്മുടെ കിടുതകളെല്ലാവരും മൊഞ്ചത്തികളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കിടുതകളെ പൊരിച്ചെടുക്കാം. നമ്മളെ കിടുത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ആരും ട്രൈ ചെയ്യാതിരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിഡിലും റെസിപ്പിയായി വരുന്നത് വരെ ബൈ.